കോഴിക്കോട് മഹാനായ ഉമർ മൗലവി റഹിമഹുല്ലാ സൽസബീലിൽ കൊടുത്ത മറുപടി, യാ ഇബാദല്ലാ എന്ന ദുർബല ഹദീസ് ഉദ്ധരിച്ച് പയ്യോടിയിലെ മുസ്ലിയാർ പ്രസംഗിച്ചപ്പോൾ അത് ചോദ്യമായി വന്നു. അതിന് മറുപടി എഴുതാൻ പാലത്തെ അബ്ദുറഹ്മാൻ മദനിയെ ഏൽപ്പിച്ചു. അദ്ദേഹം മറുപടി എഴുതി. ആ മറുപടി പൂർണ്ണമായും സൽസബീൽ അംഗീകരിച്ച് ഉമർ മൗലവി റഹിമഹുല്ല സൽസബീൽ കൊടുത്തു. എന്താ നിങ്ങൾ മിണ്ടാത്തത്? ഞങ്ങളുടെ ചോദ്യം പ്രസക്തമാണ്. ഇപ്പോൾ നിങ്ങൾ വാദിച്ച് ജൽപ്പിച്ച് നടക്കുന്ന കാര്യപ്രകാരം ഈ ലേഖനം വിചിന്തനം വാരികയിൽ കൊടുക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അതാ ചോദ്യം. ആ ചോദ്യം കണ്ടില്ല എന്ന് നടിച്ച് നിങ്ങൾ പോകാൻ പാടില്ല. നിങ്ങൾ വിഷയത്തിന്റെ മർമ്മത്തിക്ക് തന്നെ വരണം. തീർന്നില്ല. കോഴിക്കോട് ഞങ്ങൾ ചോദിച്ചിരുന്നു, അല്ലാതെയും ചോദിച്ചിരുന്നു. ഇഹ്യാഉ തുറാസുൽ ഇസ്ലാമി ഈ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട് അയച്ച ഫത്വ എത്ര വായിച്ചു? എന്താ സെക്രട്ടറി നിങ്ങൾ കേൾക്കാത്തത്? കേൾക്കണ്ടേ? എന്താ ഇത് കണ്ടില്ല എന്ന് നടിക്കുന്നത്? കാണണ്ടേ? നിങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലേ? ഔദ്യോഗിക വേദികളിൽ ഈ കാര്യം നിങ്ങളല്ലേ കൈകാര്യം ചെയ്യുന്നത്? ഒന്നുകിൽ നിങ്ങൾ പറയണം വിസ്ഡം കളറാണ് പറയുന്നത്, അങ്ങനെയില്ല. അല്ലെങ്കിലോ അങ്ങനെയുണ്ട്, നമുക്കത് വേണ്ട, നമ്മൾ കുടുങ്ങി. ഇതാർക്കയച്ച കത്ത? KNM, അന്നത്തെ KNM അയച്ച കത്താണ്. എന്താ ഇതിലുള്ളത്? ആരാ ഇത് പറഞ്ഞത്? ചില്ലറക്കാരൊന്നുമല്ല. ലോകം അംഗീകരിച്ച, ലോകത്തറിയപ്പെട്ട ഒരുപാട് വിശ്വാസ കർമ്മ പ്രശ്നങ്ങൾക്ക് പ്രാമാണികമായി മറുപടി കൊടുക്കുന്ന നിരവധി ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാരെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. ചില്ലറക്കാരൊന്നുമല്ല. നിങ്ങൾക്കറിയാലോ, ആളെ പേരൊന്നും ഞാൻ പറയണ്ട. എന്നിട്ട് ഇതാ നമ്മുടെ വിഷയം പറഞ്ഞു, നമുക്കിടയിലെ പ്രശ്നം പറഞ്ഞു, രണ്ട് വാദം പറഞ്ഞു. ഒരു വിഭാഗം പറയുന്നു നിരുപാധികം ഈ സഹായത്തേട്ടം ശിർക്കാണ്. രണ്ടാമത്തെ വിഭാഗം പറയുന്നു അതിൽ ശിർക്കായതുണ്ട്, ശിർക്കാകാത്തതുണ്ട്, പക്ഷേ എല്ലാം ഹറാമാണ്. ശിർക്കിലേക്കുള്ള വാതിൽ തുറക്കുന്നതിനാൽ എല്ലാം ഹറാമാണ്. എന്നിട്ട് പറയാണ് എന്താ റാജിഹിന്റെ അർത്ഥം? പറയണം. സെക്രട്ടറി ഓരോ പദങ്ങളും വായിച്ചു പറയണം. ജിന്നിനോടുള്ള ഇസ്തിആനത്തിന് ഇനങ്ങളുണ്ട്. മിൻഹാ മാ ഹുവ ശിർകുൻ, ശിർക്കായതുണ്ട്. വമിൻഹാ മാ ഹുവ വസീലത്തു ഇല ശിർക്ക്, ശിർക്കിലേക്ക് നയിക്കുന്നതുണ്ട്. എല്ലാം ഹറാമാണ്. മിൻ ബാബി സദ്ദി ദരിയാ ഇല ശിർക്ക്, ശിർക്കിലേക്ക് വാതിൽ തുറക്കുന്നതിനാൽ. പിന്നെയോ ഫൽ ഉലമാഉ മുത്തഫിഖൂന അലാ ഹാദൽ ഖൗലി റാജിഹ് വലാ ഖിലാഫ ബിഹി ബൈന അഹ്ലിൽ ഇൽമ്. കണ്ടോ, അഹ്ലുൽ ഇൽമിന് ഖിലാഫില്ല, അഭിപ്രായ വ്യത്യാസമില്ല. എന്താ നിങ്ങൾക്ക് ഇത് തൊടാനൊരു പേടി? അതുകൊണ്ട് ആരോപണം പറഞ്ഞു പോയാൽ പോരാ. ശിർക്കും കുഫറും റിദ്ദത്തും ഒരു മടിയുമില്ലാതെ ആരോപിച്ചാൽ പോരാ. വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ മറുപടിയാണ് നിങ്ങൾ പറയേണ്ടത്. വേറെന്തെങ്കിലും നാടകം കളിച്ചു പോയിട്ട് കാര്യമില്ല.